പശ്ചിമേഷ്യയിൽ അടുത്ത 2 മണിക്കൂർ പ്രത്യേകിച്ച് മലയാളികൾക്ക് നിർണായകമാണോ? ഹലോ, ഞാൻ സംസാരിക്കുന്നത് ഷാർജയിൽ നിന്നാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ന്യൂസുകളൊക്കെ ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പം. അപ്പോൾ നാട്ടിൽ നിന്ന് വീട്ടുകാരും ഫ്രണ്ട്സും ഒക്കെ വിളിച്ച് ചോദിക്കാറുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന്. ഞങ്ങളിവിടെ ഷാർജയിൽ താമസം തുടങ്ങിയിട്ടിപ്പോൾ ഏകദേശം 10 വർഷത്തോളമായി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. യുദ്ധം എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ശരിയാണ്, എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. നമ്മളൊന്നും യുദ്ധം ചെയ്ത് വളർന്നവരൊന്നും അല്ലല്ലോ. വേണമെങ്കിൽ അയൽവക്കത്തുള്ളവർ തമ്മിലുള്ള എന്തെങ്കിലും വഴക്കോ ബഹളമോ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആദ്യം ഇത് കേട്ടപ്പം എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയും അങ്ങനെയൊക്കെ. അപ്പോൾ ഫോണിൽ നോക്കി മെസ്സേജ് അയച്ചിരിക്കുക, അല്ലെങ്കിൽ ഫോണിൽ വരുന്ന ന്യൂസ് നോക്കുക, ഇതൊക്കെയായിരുന്നു തുടക്കത്തിൽ. പിന്നെ സാധാരണ പോലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ജോലികളൊക്കെ ചെയ്യുന്നു. സ്കൂളുകളൊക്കെ ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. പിന്നെ വർക്ക് ഫ്രം ഹോം ചെയ്യാൻ പറ്റുന്നവർക്ക് അതിനുള്ള സൗകര്യമുണ്ട്. ബാക്കി നമുക്ക് ഷോപ്പിങ്ങിന് പോകുന്നതിനോ അല്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കുന്നതിനൊന്നും യാതൊരു തടസ്സവും ഇല്ല, യാതൊരു പ്രശ്നങ്ങളുമില്ല. ഞാനിവിടെ ഷാർജയിലെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ദുബായ്, അബുദാബിയൊക്കെ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. പിന്നെ ചെറുതായിട്ടൊന്ന് പേടിച്ചത് ഞായറാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ച ഏകദേശം ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു പടക്കം പൊട്ടുന്ന പോലെയോ കതന പൊട്ടുന്ന പോലെയൊക്കെയുള്ള ഒരു സൗണ്ട് കേട്ട് ബാൽക്കണിയിൽ ഇറങ്ങി നോക്കി. അപ്പം എല്ലാവരും സാധാരണ പോലെ റോഡിൽ കൂടെ നടക്കുന്നു, വണ്ടിയൊക്കെ ഓടുന്നുണ്ട്. പക്ഷേ ഈ ഒച്ച കേട്ടിത് എന്താണെന്ന് ഓർത്ത് ഒന്ന് ചെറുതായിട്ട് പേടിച്ചു. പിന്നെ സാധനങ്ങൾക്കൊക്കെ വില കൂടി തുടങ്ങിയിട്ടുണ്ട്. സവോള, തേങ്ങ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. അപ്പോൾ ഇവിടെ ഷോപ്പിലുള്ളവർ പറഞ്ഞത് ഇങ്ങനെ കയറി വരുന്ന സാധനങ്ങൾക്കൊക്കെ വില കൂടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ആളുകൾ ഒന്നിച്ച് വാങ്ങിച്ച് വയ്ക്കുകയും ചെയ്യുന്നുണ്ടല്ലോ, ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും. എന്തായാലും അതൊക്കെ നടക്കുന്നുണ്ട്. ഗവൺമെൻറ് എല്ലാവർക്കും സേഫ്റ്റി ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വരുന്ന മിസൈലുകളൊക്കെ അവർ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ ഒന്നും പേടിക്കാനില്ലെന്ന് തന്നെ പറയാം. പിന്നെ ഇങ്ങനെയൊരു സംഭവം നടക്കുന്നതുകൊണ്ട് എല്ലാവരുടെയും ഉള്ളിൽ കോൺഷ്യസ് ആണ്. എന്തെങ്കിലും വന്ന് നമ്മുടെ ഇവിടെ വീണാലോ അങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ട്. അതല്ലാതെ ഇവിടെ ഇപ്പോൾ ഒന്നും തന്നെ പേടിക്കാനില്ല. എല്ലാം സാധാരണ പോലെ തന്നെ നടക്കുന്നു. ഇന്നലെ വൈകുന്നേരവും ഞാൻ ഇവിടെ നെസ്റ്റോയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. അവിടെയൊക്കെ എല്ലാ സാധനവും സ്റ്റോക്കുണ്ട്. അതുപോലെ വലിയ വില കൂടുതലില്ല. ഇവിടെ ചെറിയ ചെറിയ ഷോപ്പുകളിലാണ് വില കൂട്ടിയേക്കുന്നത്. വലിയ സൂപ്പർ മാർക്കറ്റുകളിലൊന്നും അങ്ങനെ കണ്ടമാനം വില കൂട്ടിയിട്ടില്ല. എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. പിന്നെ ആളുകളൊക്കെ നല്ലപോലെ വന്ന് വാങ്ങുന്നുണ്ട്. ആരും പുറത്തിറങ്ങാതെയൊന്നും ഇരിക്കുന്നില്ല. പിന്നെ എന്ത് പറഞ്ഞാലും അനാവശ്യമായിട്ട് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അനാവശ്യമായിട്ട് പുറത്തിറങ്ങാതെ വീടുകളിനുള്ളിൽ തന്നെ കഴിയുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. അത്രയേ ഉള്ളൂ. വേറെ ഇവിടെ നമുക്ക് പേടിക്കാനായിട്ട് ഒന്നും തന്നെയില്ല. ഏത് സിറ്റുവേഷനിലാണേലും സ്വദേശികളെന്നോ വിദേശികളെന്നോ ഒന്നും നോക്കാതെ എല്ലാവരെയും ഒരുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണിത്. അപ്പോൾ അതിൻ്റേതായ നമുക്കൊരു വിശ്വാസമുണ്ട്, ഒന്നും സംഭവിക്കില്ല, എല്ലാം നന്നായിട്ട് തന്നെ അവർ ഡീൽ ചെയ്യും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് വലിയ പേടിയൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തീർന്നു കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. കുട്ടികളുടെ ഓൺലൈൻ ക്ലാസ് ഇപ്പോൾ ഈ ആഴ്ച ഫുള്ളാക്കിയിട്ടുണ്ട്. അടുത്ത തിങ്കളാഴ്ച മുതൽ സ്കൂൾ സാധാരണ പോലെ തുറക്കുമെന്നാണ് കേട്ടത്. ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ നമുക്ക് ന്യൂസിൽ കാണുന്ന പോലെയുള്ള ഒന്നും തന്നെയില്ല. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.